ബീഹാറിനും ആന്ധ്രാപ്രദേശിനും കൈനിറയ പദ്ധതികൾ പ്രഖ്യാപിച്ച് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ജെഡിയുവിന്റെയും ടിഡിപിയുടെയും ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകി. ഒഡീഷയ്ക്കും പ്രത്യേക പരിഗണനയുണ്ട്. ബജറ്റിലെ പ്രഖ്യാപനങ്ങളിലൂടെ NDAയിലെ മുറുമുറുപ്പുകൾ അവസാനിപ്പിക്കാമെന്നാണ് BJP പ്രതീക്ഷ. മൂന്നാം മോദി സർക്കാർ ഒരു സഖ്യകക്ഷി സർക്കാരാണ്. അതിന്റെ പ്രതിഫലനം ബജറ്റിലുമുണ്ട്. നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി കസേരയിൽ ഉറപ്പിച്ചിരുത്തണം. അതിന് പ്രത്യേക ശ്രദ്ധ വേണം. ആ ശ്രദ്ധ ആദ്യ ബജറ്റിൽ പോയത് ബീഹാറിലേക്കും ആന്ധ്രാപ്രദേശിലേക്കും. സഖ്യകക്ഷികളെ സുഖിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. Our government, through the accelerated irrigation benefit program and other sources, will provide financial support for projects with estimated cost of 11,500 crore rupees. New airports, medical colleges and sports infrastructure in Bihar will be constructed. Comprehensive development of Vishnupad Temple Corridor and Mahabodhi Temple Corridor will be supported. അടിസ്ഥാന വികസനത്തിന് മാത്രം ബീഹാറിന് 26,000 കോടി രൂപയുടെ പദ്ധതിയുണ്ട്. 11,500 കോടി രൂപയുടെ പ്രളയ സഹായം, പുതിയ വിമാനത്താവളം, മെഡിക്കൽ കോളേജ്, 2 ക്ഷേത്ര ഇടനാഴികൾ എന്നിവയടക്കം ഏതാണ്ട് 50,000 കോടി രൂപയുടെ പദ്ധതികൾ, 3 വലിയ റോഡ് കണക്ടിവിറ്റി പ്രോജക്റ്റുകൾ, ഒപ്പം ബുക്സാറിൽ ഗംഗാനദിക്ക് കുറുകെ 2 വരി പാലവും, കൂടാതെ നളന്ദ സർവകലാശാലയുടെ വികസനത്തിന് മുൻഗണനയും നൽകും. ആന്ധ്രാപ്രദേശിലേക്ക് വന്നാൽ 15,000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജാണ് പ്രധാനം. നടപ്പ് സാമ്പത്തിക വർഷത്തിലാണ് ഇത്രയും പണം. വരും നാളുകളിൽ പ്രത്യേക ധനസഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തലസ്ഥാനമായി അമരാവതിയെ വികസിപ്പിക്കാൻ ധനസഹായം വേണമെന്ന് ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെട്ടിരുന്നു. ആന്ധ്രാപ്രദേശിലെ പിന്നോക്ക മേഖലയുടെ വികസനത്തിന് സാമ്പത്തിക സഹായവുമുണ്ട്. ഇതിനൊക്കെ പുറമെയാണ് ചെന്നൈ, വിശാഖപട്ടണം, ബംഗളൂരു, ഹൈദരാബാദ് പ്രത്യേക വ്യാവസായിക ഇടനാഴികൾ. We will facilitate special financial support through multilateral development agencies. In the current financial year, 15,000 crore rupees will be arranged with additional amounts in future years. ബീഹാർ, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് TDPയും JDUവും മുന്നോട്ട് വച്ചിരുന്നത്. പദവികൾ നൽകിയില്ലെങ്കിലും ബജറ്റിൽ 2 സംസ്ഥാനങ്ങൾക്കും കോളടിച്ചു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.